ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ഡിഷല്ലേ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നല്ല നാടൻ കോഴിയുടെ നല്ല നാടൻ സ്റ്റൈലിലുള്ള നാടൻ കോഴിക്കറി. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഒരു ഏകദേശം 1 കിലോ വരുന്ന നാടൻ കോഴി. ഇത് കോഴി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കറി മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. ഇത് കോഴിയുടെ ഇറച്ചി മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പിന്നെ കറി വെക്കുന്നതിന് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കറിക്കകത്തിടാനുള്ള മസാലയാണ്. നാടൻ മുളക് പൊടിച്ചത് 3.5 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കറി മസാല 1 സ്പൂണ്. പിന്നെ അത് സവാള ഒരു 3 സവാള അരിഞ്ഞത്, വലിയ പീസായിട്ട് അരിഞ്ഞത്. ഇത് നമ്മുടെ വെളിച്ചെണ്ണ. പിന്നെ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കാണിക്കാം. ഇതിനകത്തുള്ളത് അത് തക്കാളി അരിഞ്ഞത് 1 തക്കാളി, തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ച് നമുക്ക് വറുത്ത് നല്ല തേങ്ങാക്കൊത്ത് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ചെറിയ ഉള്ളി, ചുമന്നുള്ളി അരിഞ്ഞത് ഒരു 3 ചുമന്നുള്ളി അരിഞ്ഞതുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ, നമ്മൾ നല്ല നാടൻ അടുപ്പിൽ തീ വെച്ചാണ് കേട്ടോ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ തീ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോകണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാതി എടുക്കുകയാണ്. പാതി എടുത്തിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ ഇടിച്ചിരുന്ന കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണേ. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇളക്കാടത്തേക്കരെ. നാടൻ കോഴിയാകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പൂടയൊക്കെ അതിൽ നമുക്ക് കഴിക്കുമ്പോൾ പൂടയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല ക്ലീൻ ചെയ്തെടുക്കണം നാടൻ കോഴി. തീ വെച്ച് വക്കിയൊക്കെയാണ് നമ്മൾ പൂട കളയുന്നത്. എല്ലായിടത്തും പറ്റിയടാ, മസാല എല്ലായിടത്തും ആയടാ. ഓക്കെ, അപ്പോൾ മസാല ഏകദേശം തേച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ തീ വെക്കാം. തീ വെച്ചിട്ട് നമുക്ക് ബാക്കി കറിക്കുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്നാൽ അടുപ്പ് നല്ലതായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചാലോ? എണ്ണ ഒഴിച്ചിട്ടേ നമുക്ക് അത് വഴട്ടാനുള്ള സാധനങ്ങളൊക്കെ വഴട്ടാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തിട്ട്, ഈ കറിവേപ്പിലൊന്ന് പിടിച്ചാൽ പിന്നെ തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ഇട്ടിട്ടേ പാത്രം നല്ല ചൂടായി കിടന്നുകൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടാവും. നിങ്ങൾ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തേങ്ങാക്കൊത്തിട്ടല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊരു ചെറിയ ബ്രൗൺ കളർ ആവണം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. പിന്നെ അതിനകത്ത് കറിവേപ്പില കൂടെ ഇട്ടേട്ടാ. കറിവേപ്പില അങ്ങ് പിച്ചി അങ്ങ് ഇട്ടേ, ഇങ്ങോട്ട് പിടിച്ചാട്ടെ. മേളിയും താഴോട്ടൊരു വലിയ വലിച്ച് അങ്ങനെ അങ്ങനെ അതിനകത്തിട്ടില്ല. ഓക്കെ, ക്രമമായി തൽക്കാലം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ആയിട്ടായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് അല്ലേ പിന്നെ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇടാം. കുറച്ച് കറിവേപ്പിലയുണ്ട്. ഓക്കെ,
ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് ഇളക്കാൻ നിൽക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ബക്കറ്റ് പോലെ സാധനങ്ങൾ വെച്ച് പിടിച്ച് ഇളക്കുന്നതായിരിക്കും സേഫ്. ഇല്ലെങ്കിൽ അതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ, നമ്മുടെ സാധാരണ എല്ലാത്തിനകത്തും പറയുന്നതിനോട്ട് ഗോൾഡൻ ബ്രൗൺ ആണ് നമ്മുടെ സവാളയുടെയും വെളുത്തുള്ളിയുടെയും വേവിൻ്റെ കണക്ക്. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇളക്കാം. ഇതിപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തൊക്കെ കിടക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പാണ്. ഉപ്പ് നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിനി കറിക്ക് വേറെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ എടുത്തതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്തും ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കുവാണ്. ഇടയ്ക്ക് നമുക്ക് തീ ഒന്ന് ഊതി കൊടുക്കാം. അതൊരു ഇത് ശരിക്കും പറയാൻ ഭയങ്കര സ്ലോ കുക്കിംഗ് ആണ് അടുപ്പത്തായതുകൊണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യുന്ന മീറ്റിന്, അതുപോലെ കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കണ്ടില്ല അടുപ്പത്തുണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റിയിട്ട് നമുക്ക് വരാം. അതുവരെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കാണിച്ച പൊടികളെല്ലാം നേരത്തെ പറഞ്ഞാണല്ലോ. മുളക് പൊടി 3.5 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, കറി മസാല 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂൺ. ഇതാണ് നമ്മുടെ മസാല എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി തൊട്ട് എല്ലാ പൊടികളും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച പൊടികളല്ല. അതുകൊണ്ട് തന്നെ നാടൻ കോഴി ഇട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്കിത് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ടൈറ്റാകും. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഒന്ന് നല്ലതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ നമ്മൾ എത്ര ഒഴിക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആവും കറിക്ക്. നമ്മൾ മസാല നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്ത് തക്കാളി ഇട്ടിട്ട് ഒരു ചെറിയ ഗ്രേവി പോലെ ആക്കിയെടുക്കാം. നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാല നേരത്തെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ, നാടൻ കോഴി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇതുവരെ കറിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ്റെ നനവുണ്ടല്ലോ, അതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും.
ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ആവുന്നതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. കുറച്ച് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വേഗം കൊണ്ട് വെക്കാം. നാടൻ കോഴിയാണ്, കുറച്ച് വേവ് കൂടുതൽ വേണം. അപ്പം വെള്ളം ഇച്ചിരി പരക്കെ ഒഴിച്ച് നന്നായിട്ട് വേഗം വെക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം പിന്നെ നമുക്ക് പറ്റിച്ചെടുക്കാം, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പം വെള്ളം നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പരക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കനെല്ലാം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് തിളച്ചിട്ട് നമുക്ക് കടുക് വറുത്തിട്ടിട്ട് കറി ചൂടോടെ കഴിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി കുരുമുളകൊക്കെ ഇട്ട് കടുക് വറുത്ത് ഒഴിച്ചിട്ട് ഒന്ന് പറ്റാൻ വെക്കാം. അപ്പോൾ നമുക്ക് കടുക് വറുത്തത് ഇതിനകത്തേക്ക് നമ്മുടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാടൻ കോഴിക്കറിയിലേക്ക് ചെറിയ ഉള്ളിയും കുരുമുളക് പൊടിയും ജീരകവും കടുകുമിട്ട് വറുത്തത് നമ്മളിടാൻ പോവാണ്. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ടച്ച് സാധനം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ബാക്കി എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ചെടുക്കാം. നമുക്ക് ആ തേങ്ങയൊക്കെ ഇട്ടെടുത്തതുകൊണ്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ല ആ ഒരു ടേസ്റ്റിൽ അങ്ങോട്ട് കണ്ട നെയ്യൊക്കെ കിടക്കുന്നുണ്ടോ. അതിൻ്റെ നെയ്യ് ഇറങ്ങിയതാണ് കൂടുതലും. നാടൻ കോഴിയുടെ നെയ്യ് ഇറങ്ങുന്ന ഈ കറി കാണുന്നത്. നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ അതിൻ്റെ നെയ്യാണ് ഇങ്ങനെ കിടക്കുന്നത്. നല്ല നാടൻ കറിയുടെ നെയ്യാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ചക്ക പുഴുങ്ങിയതും എല്ലാം കൂടെ ഇട്ട് ഈ ചിക്കൻ കറി ഒക്കെ ഇട്ട് അങ്ങോട്ട് കഴിക്കണം. എന്ത് ടേസ്റ്റാണ്, എന്നൊരു ഇതാണല്ലേ. അപ്പോൾ ഇന്നിതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ. ബൈ.